ജാക്കി വെച്ച് ഉയർത്തുന്നതിനിടെ ചരിഞ്ഞ MG റോഡിലെ കെട്ടിടം ഉയർത്താനുള്ള നടപടികളുടെ പ്രാരംഭ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട്. കട്ട ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. കട്ട ഇവിടെ കൊണ്ടുവന്ന് അടുക്കി അതിനുശേഷം ഈ കട്ട ഉപയോഗിച്ച് ഇപ്പുറത്തെ വശത്തേക്കുള്ള ഭാഗത്ത് ഏത് തരത്തിൽ ഇത് ഉയർത്താൻ പറ്റുമെന്നുള്ളതാണ്. ജാക്കി വെച്ച് ഇത് എല്ലാ സ്ഥലത്തും ഉയർത്തുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഈ കെട്ടിടം ചരിഞ്ഞ് തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലേക്ക് ഉൾപ്പെടെ ചാരി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ അപകടമാണ് ഉണ്ടാകേണ്ടിരുന്നത്. പക്ഷേ അത് ചരിഞ്ഞ് മറ്റൊരു കെട്ടിടത്തേക്ക് ചാരി നിന്നതുകൊണ്ട് മാത്രമാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. തൊട്ടടുത്ത് ബാങ്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളാണ്. അതിന് സമീപത്തേക്കാണ് ഇത് ചരിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് ഇതിൽ ചരിഞ്ഞ് നിൽക്കുന്ന ഭാഗം ആദ്യം പൊട്ടിച്ച് നീക്കും എന്നുള്ളതാണ്. അതായത് ഈ കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്തെ ഭാരം കുറക്കുകയാണ് ഇതിനകത്ത് ആദ്യം ലക്ഷ്യമിടുന്നത്. എന്താണ് സംഭവിച്ചത് എന്ന സംബന്ധിച്ചൊരു പരിശോധന കൂടി ഈ ഘട്ടത്തിൽ നടത്തുമെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. കാരണം അവർ നിരവധിയായ തരത്തിൽ ഇത്തരം കെട്ടിടങ്ങൾ ഉയർത്തുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും എന്താണ് സംഭവിച്ചത്, അതായത് ഇതിൻ്റെ അകത്ത് നിന്നാണ് ഇതിൻ്റെ നിയന്ത്രണമെല്ലാം ഉണ്ടാകുന്നത്. അതായത് പുറത്ത് ജാക്കി വെച്ച ശേഷം അകത്ത് നിന്ന് കൃത്യമായി നിയന്ത്രിച്ചാണ് കെട്ടിടം മുകളിലേക്ക് ഉയർത്തുന്ന നടപടികൾ ഉണ്ടാകുന്നത്. അതിനിടയിലാണ് പെട്ടെന്ന് ഒരു അപകടമുണ്ടാകുകയും ഇത് പൂർണ്ണമായും ചരിഞ്ഞു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ കല്ലുകൾ ഇറക്കിക്കൊണ്ട് ഒരു സൈഡ് വീണ്ടും ഇത് ഉയർത്താനുള്ള ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. തുടർ നടപടികൾ എന്തായാലും ഉച്ചയോടുകൂടി ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ വ്യക്തമാക്കിയിട്ടുള്ളത്. കോർപ്പറേഷൻ്റെ അധികാരികളൊപ്പം തന്നെ KSEB ഉദ്യോഗസ്ഥരുമൊക്കെ തന്നെയുണ്ട്. കാരണം ഇതിൻ്റെ ലൈനടക്കമുള്ള വൈദ്യുതി വിച്ഛേദിക്കുന്ന നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ വന്ന് അതിൻ്റെ മറ്റ് നടപടികളെല്ലാം തന്നെ പരിശോധിച്ച് വരികയാണ്. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും 10 ലക്ഷം രൂപയോളം ചെലവിട്ടാണ് ഈ കെട്ടിടം ഉയർത്താനുള്ള നടപടികൾ മുന്നോട്ട് പോയതെന്ന് അതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് ഈ കാര്യങ്ങൾ നടന്നത്. അതാണ് പക്ഷേ പാതി വഴിയിൽ ഇങ്ങനെ അവസാനിച്ചത്. ഏതായാലും വലിയ അപകട സാധ്യത ഉണ്ടായിരുന്നൊരു സാഹചര്യമാണ്. അതിപ്പോൾ ഒഴിവായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇത് പൊളിച്ചു നീക്കുക എന്നുള്ള മാർഗ്ഗം മാത്രമാണ് ഇവർക്ക് മുന്നിലുള്ള. അതിനുള്ള നടപടിക്രമങ്ങളാണ് ഈ ഘട്ടത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തോടൊപ്പം KK പ്രശാന്ത്, അമൃത ന്യൂസ്, കൊച്ചി.